അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ 2ാം പത്തിൽ എത്തിക്കുകയാണ്. നമ്മൾ ഒരുപാട് വിഭവങ്ങളൊന്നും തയ്യാറാക്കുന്നില്ലെങ്കിലും ഏറ്റവും നല്ല പലഹാരങ്ങൾ നമ്മുടെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാക്കാൻ നമ്മളെല്ലാ റമളാൻ മാസത്തിലും ശ്രമിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇത്തവണ ഞാൻ ഈ ഒരു റമളാൻ സ്പെഷ്യൽ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് തന്നെ ഒരു മധുരമായിട്ട് നമ്മുടെ എമിറാത്തികളുടെ സ്പെഷ്യൽ ബസ്ബൂസി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു ബസ്ബൂസയ്ക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ചേരുവ എന്ന് വെച്ചാൽ മെയിനായിട്ട് റവയാണ്. പിന്നെ എമിറാത്തി സ്വീറ്റ്സിനെല്ലാം തന്നെ നല്ല ശുദ്ധമായ നെയ്യ്, നല്ല ടേസ്റ്റും ഫ്ലേവറുള്ള നെയ്യ് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ GRBയുടെ തരിതരിയായ നെയ്യാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ GRBയുടെ നെയ്യ് ഏകദേശം ഒരു 1/2 കപ്പോളം നമുക്ക് ഈ ഒരു സ്വീറ്റിന് വേണം. അതുകൂടാതെ നമുക്ക് 1 കപ്പ് തരി, പഞ്ചസാര, കുറച്ച് ക്രീം, ഫ്രഷ് ക്രീം, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടായി നമുക്ക് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പാല്, പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ക്രീം. ഞാനൊരു 100 ഗ്രാം ക്രീം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്രീമി ആയിട്ടുള്ള ഒരു മിൽക്കി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ക്രീം തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക എന്നുള്ളതാണ്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് റവ. ഇനി നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. നമുക്ക് വളരെ ലൈറ്റ് മധുരം മതി എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് GRBയുടെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതിന് നമുക്കൊരു 125 ml ശുദ്ധമായ GRB ഗീ എടുക്കാം. അപ്പോൾ നമ്മൾ ഗീ എടുക്കുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള ഗീ ആണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ ഫ്ലേവറാണ് നമ്മുടെ സ്വീറ്റിന് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇതൊരു എമിറാത്തി സ്വീറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം ഞാനിവിടെ എമിറേറ്റിൽ വന്നപ്പോഴാണ് ഇത് ട്രൈ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഓട്ടോമൻ ആണെന്നാണ് പറയുന്നത്, ടർക്കിഷ് സ്വീറ്റ് ആണ് എന്നുള്ളത്. എന്തായാലും ഞാനിപ്പോൾ ഏകദേശം ഒരു 125 ml GRB ഗീ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ നമ്മുടെ മിക്സ്ചറിലേക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറും ഫ്ലേവറും തന്നെ ഗോൾഡൻ കളറും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്വീറ്റിന് നല്ലൊരു എന്താ പറയുക ഗ്രെയിൻസ് തരുന്നത്. അപ്പോൾ നമ്മൾ ബസ്ബൂസക്ക് നെയ്യ് ചൂസ് ചെയ്യുമ്പം ഇതാ നല്ല തരിതരിയായിട്ടുള്ള പരിശുദ്ധമായ നല്ല മണമുള്ള അടിപൊളി ഗീ തന്നെ ചൂസ് ചെയ്യണം. GRB ഗീയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബസ്ബൂസയുടെ ബേസ് റെഡിയായി. അപ്പോൾ നമ്മുടെ മിക്സിയിൽ ഇത് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ നൈസായിട്ട് പേസ്റ്റായി പോരുത്. സ്ലോലി ഒന്ന് ഇങ്ങനെ പൾസ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു പാനാണ്. ബേക്കിംഗ് പാനിലേക്ക് നമ്മൾ കുറച്ച് ഗീ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത് സ്റ്റിക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് ബ്രഷ് ചെയ്തതിലേക്ക് നമ്മുടെ മിക്സ്ചർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്ബൂസ ബേക്ക് ചെയ്യാൻ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഞാൻ കഴിച്ചിട്ടുള്ള ഈജിപ്ഷ്യൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ തേങ്ങ ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്രീം, കസ്റ്റേർഡ്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. പക്ഷേ ടർക്കിഷ് ആണ് ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാലും ടർക്കിയിൽ നിന്ന് ട്രൈ ചെയ്തപ്പോൾ അത് ഭയങ്കര സ്വീറ്റായിട്ട് തോന്നി. ഈ ഒരു ടെക്സ്ചറിലല്ല അവിടെ നമുക്ക് ബസ്ബൂസ കിട്ടുന്നത്. നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഇതിൻ്റെ മേലെ നമ്മൾ സാധാരണഗതിക്ക് ബസ്ബൂസ പുറത്ത് പോയി കഴിക്കുന്ന സമയത്ത് സ്ക്വയർ വലിയ റെക്റ്റാങ്കിൾ ട്രേയിലൊക്കെയാണ് കാണുക. കാരണം ഇത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് മിക്കതും ബേക്ക് ചെയ്യുന്ന റൗണ്ട് ട്രേ ആയതുകൊണ്ട് റൗണ്ട് ട്രേ കാണിച്ചത്. നമുക്ക് ഏത് ഷേപ്പിൽ കട്ട് ചെയ്യണം ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ മേലെ ആൽമണ്ട്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററും മിക്സും റെഡി ആയിട്ടുണ്ട്. ആ ഒരു GRB ഗീയുടെ നല്ലൊരു മണമുണ്ട്. അത് ബേക്കായി വരുമ്പോൾ വീട് മൊത്തം ആ ഒരു മണമാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഓവനിലേക്ക് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബസ്ബൂസക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനുള്ള വെള്ളം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര. ഇതിപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആക്കുന്നതുകൊണ്ടാണ്. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്. അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ തിളച്ച് ഒന്ന് കുറുകി വരുമൊന്നും വേണ്ട. പഞ്ചസാര മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാവും. ഇപ്പം ഇതിനൊരു അറബിക് ഫ്ലേവർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാഫ്രൻ ഇടുന്നുണ്ട്, കുങ്കുമപ്പൂവ്. അപ്പോൾ ഞാൻ സാഫ്രൻ ചെറുതായിട്ടൊന്ന് പൊടിക്കല്ല ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്ന ആ ഒരു ഫ്ലേവർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 5 to 6 സ്ട്രാൻഡ് സാഫ്രൻ മതി. അത് നമുക്ക് എടുത്തൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതിനെയും കൂടെ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കും.
ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എന്താ പറയുക ഒരു കുറുകണ്ട നല്ലൊരു അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബസ്ബൂസയുടെ മേലെ ഒഴിച്ചാൽ നമ്മുടെ സ്വീറ്റ് തയ്യാറായി. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം മെൽട്ടായിട്ട് ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ കളറൊക്കെ പിടിച്ചിട്ട് ഷുഗർ സിറപ്പ് സെറ്റായി. ഇനി നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്ന ബസ്ബൂസ എടുക്കാം. അപ്പോൾ നമ്മുടെ ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. സൈഡെല്ലാം നിങ്ങൾ നോക്കിയാൽ നല്ല ഇളകി വരും, നല്ല പ്രോപ്പറായിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചൂടോടെ തന്നെ ഒഴിക്കാൻ മറക്കരുത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഒഴിച്ചാൽ പെട്ടെന്ന് ഷുഗർ സിറപ്പ് സോക്കാവും. ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് കുത്തിയിട്ട് അതിലേക്ക് ഒഴിച്ചാലും മതി. ഇങ്ങനെ ഇതിനൊരു 3 തൊട്ട് 4 മണിക്കൂർ നന്നായിട്ട് സോക്കാവാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബസ്ബൂസ റെഡിയാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി റെസിപ്പിയിൽ മധുരത്തിലാവട്ടെ നമ്മുടെ ഷഹിയത്ത് റമളാന്റെ ഇത്തവണത്തെ തുടക്കം. ഇന്നത്തെ കുക്കിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും നാളെ കാണാം. മാസലാമ. Equity Plus presents GRB Ney Nakhat Ramadan, brought to you by Soho One.